RSS മേധാവി മോഹൻ ഭാഗവത് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷനുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്തു. ഒരു മീറ്റിംഗാണ്. ഡൽഹിയിലെ ഹരിയാന ഹൗസിലായിരുന്നു ചർച്ച. അത് പ്രധാനമായിട്ടും ഒരുമിച്ച് പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകാൻ വേണ്ടിയിട്ടും ഒന്നിച്ച് പ്രവർത്തിക്കാനും രാജ്യപുരോഗതിക്ക് ഒരുമിച്ച് നിൽക്കാനുമായിട്ടാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനമല്ലേ പ്രത്യക്ഷത്തിലുള്ള ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ? തീർച്ചയായിട്ടും ഇത് എന്നോ നടക്കേണ്ടിയിരുന്നതാണ്. ഞാൻ ഒക്കെ വ്യക്തിപരമായിട്ട് തന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്ത ഒരാളാണ്. ഈവൻ നമ്മുടെ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകന്മാർ പോലും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറുമായി ഒരു തരത്തിലുള്ള സംവാദവും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇവരൊക്കെ തമ്മിൽ ചരിത്രപരമായി ഉണ്ടായി വന്ന ഒരു അകൽച്ച ഒരു കാരണമായിരിക്കാം. പക്ഷെ ഇപ്പോൾ സംഘപരിവാർ ഇന്ത്യയോളം വളർന്നിരിക്കുന്നു. അവർ ഇന്ത്യൻ ഭരണകൂടത്തെ നയിക്കുന്നു. അതുകൊണ്ട് തന്നെ സംഘപരിവാറിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംഘപരിവാറിനോട് പ്രത്യക്ഷമായി തന്നെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, ആ വിയോജിപ്പുള്ളവരോടാണ് ആദ്യം സംവാദം നടത്തേണ്ടത്. അങ്ങനെ അത്തരം നിലപാടുകൾ സ്വീകരിച്ച പലരും ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഏതായാലും വന്ന് തീർച്ചയായിട്ടും നമ്മുടെ മതപണ്ഡിതന്മാർ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഈ മുസ്ലിം സാമുദായിക സംഘടനകളിൽ അത്തരമൊരു സ്റ്റാൻഡ് ആദ്യം എടുത്തത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി RSSുമായി ചർച്ചയ്ക്ക് പോയി എന്നത് അവർക്കെതിരെ വലിയ ആരോപണമായി ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇമാംസ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മിക്കവാറും ഇമാംസ് കൗൺസിലിന് നോർത്ത് ഇന്ത്യയിൽ ഇമാം ഓർഗനൈസേഷൻ അവർക്ക് നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രദേശത്തും സ്വാധീനമുള്ള ഒരു മതസംഘടന തന്നെയാണത്. മതപണ്ഡിതന്മാരുടെ ഇമാംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ മത നേതാക്കന്മാരുടെ ഒരു സംഘടനയാണത്. ആ സംഘടന ചർച്ചയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ്. പുതിയ ഇന്ത്യയിൽ സംഘപരിവാറുമായിട്ടാണ് ഇപ്പോൾ ഭരണകൂടത്തെക്കുറിച്ചുള്ള നമ്മുടെ ആക്ഷേപം എന്താ? BJP ഗവൺമെൻറ്റിനെ നയിക്കുന്നത് RSS ആണ് എന്ന് പറഞ്ഞാൽ നയം രൂപീകരിക്കുന്ന അവരാണ്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിനോട് ചർച്ച ചെയ്യുന്നതിനേക്കാൾ എളുപ്പം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ RSSനോട് ചർച്ച ചെയ്യുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മുസ്ലിം സമുദായ നേതാക്കന്മാർ RSS നേതാക്കന്മാരുമായി ചർച്ചയ്ക്ക് പോകുന്നു എന്നത് ഏറ്റവും പോസിറ്റീവാണ്. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നാലും ഒന്നാമത്തെ കാര്യം, ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. എല്ലാ വിഭാഗത്തിലുമുള്ള ഏതെങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷം തീവ്രവാദികൾ, അത് RSSൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവരുണ്ടാവും, ഇസ്ലാമിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുന്നവരുണ്ടാവും. അവർ കാണിച്ചു കൂട്ടുന്നതും അവർ പറയുന്നതും സോഷ്യൽ മീഡിയയിൽ നിറയുന്നതുമാണ് ഒരു സമുദായമെന്ന് ധരിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ആ തെറ്റിദ്ധാരണകൾ നീക്കാനും കുറേ കൂടി ഈ മനസ്സുകൊണ്ട് അടുക്കാനും ഉള്ളു തുറന്ന് സംസാരിക്കാനും ഒക്കെയുള്ള സംവാദങ്ങൾ അനിവാര്യമാണ് എന്ന് വന്നിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് മോഹൻ ഭഗവത് എന്ന RSSൻ്റെ പരമാചാര്യൻ അതിന് മുൻകൈയെടുത്തു, തയ്യാറായി. ഇമാംസ് ഓർഗനൈസേഷൻ അതിന് തയ്യാറായി ഹരിയാന ഹൗസിൽ ചെന്നു എന്നതൊക്കെ പോസിറ്റീവാണ്. അത് ദേശീയ തലത്തിൽ തുടങ്ങി വെച്ചത് നന്നായി. ഇതെനിക്ക് തോന്നുന്നു ഓരോ സംസ്ഥാന തലത്തിലും ആരംഭിക്കേണ്ട ചർച്ചയാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇഷ്യൂ ഇപ്പോൾ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഹൈന്ദവ സംസ്കാരം, ഭാരതീയ സംസ്കാരം എന്ന് സംഘപരിവാർ മുദ്രാവാക്യം വിളിക്കുന്നത് കൊണ്ട് ആത്യന്തികമായി ഇന്ത്യക്ക് എന്തോ അപകടം വരാനുണ്ടോ? അല്ലെങ്കിൽ RSSൻ്റെ രാഷ്ട്രീയ സമീപനങ്ങളിൽ ഇൻക്ലൂസീവ് അല്ലാത്ത സമീപനമുണ്ടോ? ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും സാംസ്കാരികമായി ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ട് ഒരു ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ദേശത്തിന് ഗുണകരമല്ലാത്ത ദേശവിരുദ്ധമായ ശക്തികൾ, അതാരായാലും അതിന് സമുദായം തിരിക്കേണ്ടതില്ലല്ലോ. കർമ്മം നോക്കിയാണല്ലോ, ജന്മം നോക്കിയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പാകിസ്ഥാനുമായി ഇന്ത്യ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യയിലെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടി അറസ്റ്റ് ചെയ്തപ്പോൾ അതിലിപ്പോൾ 12 പേരെ, ഞാൻ കണ്ട 12 പേരിൽ 9 പേര് ഹിന്ദു സമുദായത്തിൽ പറഞ്ഞവരാണ്. അത് വളരെ സമർത്ഥമായിട്ടാണ് പാകിസ്ഥാൻ പോലും അത് വളരെ സമർത്ഥമായിട്ടാണ് കണ്ടെത്തുക. കാരണം അപ്പോൾ സംശയിക്കില്ലല്ലോ. അപ്പോൾ ഇവരെയാണ് രാജ്യദ്രോഹികളായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത്. അവർക്കാണ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത്, അവരെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിന് പകരം ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൽ പിറന്നു എന്ന കാരണം കൊണ്ട് നമ്മൾ ആ സമുദായത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും. അത് എനിക്ക് തോന്നുന്നു RSSന് അത് വളരെ നേരത്തെ തന്നെ അറിയാം. മുസ്ലിം സമുദായം സമം രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലല്ലോ. മുസ്ലിം സമുദായം സമം തീവ്രവാദികൾ എന്ന് വിളിക്കാൻ പാടില്ല.
ദേശത്തിന് വേണ്ടി എനിക്ക് തന്നെ അറിയാവുന്ന, ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ ഞാൻ പറയാം, ദേശീയ മുസ്ലിം എന്താണെന്ന് ഇപ്പോഴും നമ്മുടെ രാജ്യം പഠിച്ചിട്ടില്ല. ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, ഇസ്ലാമിൻ്റെ പേരിൽ ഒരു കോസിന് വേണ്ടി ആരെങ്കിലും മരിച്ചു ചെന്നാൽ പരലോകത്ത് മോക്ഷം കിട്ടും, സ്വർഗം കിട്ടും എന്ന് വിശ്വസിക്കാമെങ്കിൽ അതൊരിക്കലും മതത്തിന് വേണ്ടിയല്ല. മതത്തിന് വേണ്ടി മരിച്ചിട്ട് നിങ്ങൾ അവിടെ ചെന്ന് സ്വർഗം കിട്ടും എന്ന് വിശ്വസിക്കുന്നവനെ ദേശീയ മുസ്ലിം എന്ന് വിളിക്കില്ല. ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചിട്ട് മോക്ഷം കിട്ടുന്ന, മരിച്ചു ചെന്നാൽ മോക്ഷം കിട്ടുന്ന വല്ല കാരണവും ഉണ്ടെങ്കിൽ ആ മരണത്തിൻ്റെ കാരണം ദേശമായിരിക്കണം. ദേശത്തിന് വേണ്ടി പൊരുതി മരിക്കണം. അങ്ങനെ മരിച്ച ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. ഭൂരിപക്ഷം മുസ്ലിങ്ങളും അങ്ങനെ അതല്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ആളുകളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. അവരാണ് ഭീകരവാദം, അവരാണ് ദേശദ്രോഹ വാക്കുകൾ, അവരാണ് ഈ സമുദായ ദ്രോഹം, സമുദായ വിദ്വേഷം, അവരാണ് ഹിന്ദുവിനെ വെറുക്കുന്നത്, അവരാണ് ക്രിസ്ത്യാനിക്കെതിരായി സംസാരിക്കുന്നത്, അവരാണ് മനുഷ്യനെ ഒരുമിച്ച് നിർത്തുന്ന എല്ലാ സംസ്കാരത്തിനും എതിരായി സംസാരിക്കുന്നത്. ഇപ്പോൾ ഓണം എന്ന ദേശീയ ആഘോഷത്തിനെതിരായി സംസാരിക്കുന്നവർ, അന്യമതങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിനൊക്കെ എതിരായിട്ട് മതപ്രസംഗം നടത്തുന്നവർ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, ഈ ഒരു വിഘടനത്തിൻ്റെ, വിഭജനത്തിൻ്റെ ഒക്കെ സൂത്രവാക്യം അവരുടേതാണ്. അത് മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ന്യൂനപക്ഷം അപ്പുറത്തും ഉണ്ടാവാം. അതല്ല സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് അവരോട് നേരിട്ട് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ അവരോട് അത്തരം സംവാദങ്ങളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. വ്യക്തിപരമായി അത്തരം സംവാദങ്ങൾക്ക് മുൻകൈ എടുക്കുന്ന ഒരാളാണ്. അതിൻ്റെ പേരിൽ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ നടപടി നേരിട്ട ഒരാളാണ്. അപ്പോൾ എനിക്കിതിൽ വലിയ സന്തോഷമുണ്ട്. മോഹൻ ഭഗവത്ജിയുമായിട്ട് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ, ഇമാമുകളുടെ പ്രസ്ഥാനം ഒരു മുൻകൈ എടുക്കുന്നു, ചർച്ച നടക്കുന്നു. അതെല്ലാ മുസ്ലിം സംഘടനകളും മാതൃകയാക്കണം. അതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കം ഈ ചർച്ചകളിൽ ഉൾപ്പെടണമെന്നും ഇനി അങ്ങോട്ട് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ഇരുഭാഗവും തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പോസിറ്റീവായ കാര്യമാണ്. ഒരുപക്ഷെ ആ പ്രസ്താവനയിൽ ആദ്യം പയനീയറായി പ്രസ്താവിച്ചത് മോഹൻ ഭഗവത്താണ്. അദ്ദേഹം പറഞ്ഞത്, ചരിത്രത്തിൻ്റെ കണക്കുകൾ തീർക്കാൻ പോയാൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ നേരം ഉണ്ടാവില്ല. ഇപ്പോൾ ചില പള്ളികൾക്കൊക്കെ ഇന്ത്യയിൽ ഈ സുൽത്താൻമാരും മുഗളന്മാരും ഒക്കെ വന്ന കാലത്ത് പല കാരണങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിരിക്കാം. അവിടെ പിന്നീട് വിശ്വാസികളോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ചെലവിലോ ഒക്കെ തന്നെ അവിടെ പള്ളികൾ വന്നിരിക്കാം. അതിൻ്റെയൊക്കെ ചുവട്ടിൽ മാന്തി നോക്കിയാൽ ഇപ്പോഴും പഴയ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് വരാം. ഈ സുൽത്താൻമാർ ക്ഷേത്രങ്ങൾ തകർക്കുന്നത് പലപ്പോഴും അതിനകത്തുള്ള പൊന്നും പണവും സമ്പത്ത് കൊള്ളയടിക്കാനും കൂടി ആവാം. ഇതിൻ്റെ ഒന്നും കണക്ക് സുൽത്താൻമാർ കാണിച്ച ഈ അധിനിവേശത്തിൻ്റെ അതിക്രമങ്ങൾക്ക് മറുപടി പറയാൻ ഞാനും ഈ പുതിയ കാലത്ത് ജീവിച്ചിരിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയും ബാധ്യസ്ഥരല്ലല്ലോ. അതുപോലെ തന്നെയാണ് മ്യൂസിയത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അത് ആർക്കൈവ്സിൽ നിന്ന് എടുത്തിട്ട് ചരിത്രത്തിൽ ഇങ്ങനെ ചരിത്രത്തിൽ നടന്നിട്ട് അങ്ങനെയുണ്ട് ഒരു കൂട്ടർ. ചരിത്രത്തിൽ ഒരു കൂട്ടർ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒരു കമ്മ്യൂണിറ്റി നന്മയുടെ. അങ്ങനെയല്ല, ശൈവവും വൈഷ്ണവവും തമ്മിലുള്ള യുദ്ധം തന്നെ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഹിന്ദു രാജാക്കന്മാർ തമ്മിൽ യുദ്ധം, എന്തെല്ലാം യുദ്ധങ്ങൾ ചരിത്രത്തിൽ ആലോചിച്ച് നോക്കൂ നിങ്ങളിപ്പോ. ഈ പറഞ്ഞ ബ്രാഹ്മണരും അബ്രാഹ്മണരും തമ്മിലുള്ള, ദ്രാവിഡരും ആര്യൻസും തമ്മിലുള്ള പോരാട്ടം, ഈവൻ ഈ ബൗദ്ധരും ഹിന്ദുക്കളും തമ്മിലുള്ള, ആര്യൻസും തമ്മിലുള്ള എന്തെല്ലാം സംഘർഷങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ, ഒന്നിച്ചു പോകാൻ, രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ ഗുണകരമായിട്ടുള്ള ചരിത്രത്തിന് എടുക്കുക. അല്ലാത്തത് ഒരു താക്കീതായിട്ട് എടുക്കുക. ഈ ചരിത്രം നമുക്ക് മാതൃകയല്ല എന്നല്ലേ പഠിക്കേണ്ടത്. അത് വളരെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മോഹൻ ഭഗവത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഒരു വിദ്യാഭ്യാസ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി അദ്ദേഹം കൊച്ചിയിൽ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു VC-മാരുടെ അതായത് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട രാഷ്ട്ര സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലും വേണം ഈ മുൻകൈ. ഏറ്റവും കൂടുതൽ ഈ റിഫ്റ്റ് ഉണ്ടാക്കുന്നത് കേരളത്തിലാണ്. RSSനെ ടാർണിഷ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത്, ഇടതു സ്വഭാവത്തിന്റെ തീവ്രത കൊണ്ടാണ്. അത് ഇടതുപക്ഷം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിന് ഒരിക്കലും കിട്ടാൻ പാടില്ലാത്തൊരു പേരാണല്ലോ ജിഹാദി ലെഫ്റ്റ് എന്നൊക്കെ. ആ ദുഷ്പേര് പോലും സമ്പാദിച്ചത് അതുകൊണ്ടാണ്. ഒരു കൃത്യമായ നിലപാട് നമ്മൾ പറയില്ലേ, സെക്ടേറിയൻ നിലപാട് എടുക്കേണ്ട കാര്യമില്ലല്ലോ, ഫാക്ടോറിയൻ നിലപാടെടുത്താൽ മതി. കൃത്യമായി എന്താണോ വസ്തുത അതിൻ്റെ കൂടെ നിന്നാൽ മതി. ചരിത്രത്തിൽ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. ഞാൻ ഈ മലബാർ കലാപത്തെക്കുറിച്ചൊക്കെയുള്ള സംവാദങ്ങളിൽ പഴി കേൾക്കുന്നത് അതുകൊണ്ടാണ്. മലബാർ കലാപം ജന്മിക്കെതിരായുള്ള കലാപമായിട്ട്, ബ്രിട്ടീഷുകാർക്കെതിരായുള്ള കലാപമായിട്ടൊക്കെയുള്ള ഒരു ഇൻറ്റൻഷൻ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷെ പ്രയോഗത്തിൽ അത് അതിവേഗം ഹിന്ദു വിരുദ്ധമായി തീർന്നു. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ ഉപദ്രവിച്ചിട്ടില്ലേ മലബാർ കലാപകാലത്ത്?
അതിൻ്റെ ചോര ഉണങ്ങിയിട്ടില്ല, ഞങ്ങളൊന്നും ജീവിക്കുന്ന മണ്ണിൽ അത് കണ്ടുകൊണ്ട് ഇല്ല ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയേണ്ട കാര്യം എന്താ? സംഭവിച്ചിരുന്നു. അതെൻ്റെ വല്യപ്പ ഞാൻ പറയുന്നത് പ്രത്യക്ഷമല്ല. അല്ല, എൻ്റെ വല്യപ്പ അത്തരത്തിലൊരു ഒരു ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ബോധത്തിൻ്റെ പരിമിതി കൊണ്ട് ചെയ്തെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ? എന്തിന് തെറ്റല്ല? അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യം ജാതീയത ഇന്നത്തെ സവർണർമാർക്കെല്ലാം ഉള്ള എന്തിന്? ഞാനിപ്പോൾ ഇന്ന് ഒരു ബ്രാഹ്മണനെ കണ്ടാൽ, ഒരു സവർണനെ കണ്ടാൽ, നിന്റെ അപ്പൂപ്പൻ പണ്ട് എൻ്റെ അപ്പൂപ്പനോട് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാലത്തിൻ്റെ ഏതോ കാലത്തെ കെട്ട കാലത്തിൻ്റെ കണക്ക് തീർക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അതിന് നേരെ കാണുള്ളൂ അങ്ങനെയാണെങ്കിൽ. എന്ത് വൃത്തികേടാണ്. അപ്പോൾ അത് മനുഷ്യൻ്റെ ഒരു സംസ്കാര ശൂന്യത എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുള്ളൂ. ഈ പഴയ കാലത്തിൻ്റെ കണക്ക് തീർക്കാൻ ഇറങ്ങുക, അല്ലെങ്കിൽ പഴയ കാലത്തിൻ്റെ ദുരഭിമാനവുമായിട്ട് ഞാനിങ്ങനെ ജീവിക്കുക. എൻ്റെ കാലത്തിന്, എൻ്റെ സമൂഹത്തിന് ഞാൻ എന്ത് കൊടുത്തു എന്നാണ് കാലം വിധി എഴുതുക. എൻ്റെ അപ്പൂപ്പന്മാർ ചെയ്ത തെറ്റിന് ഞാൻ ഉത്തരവാദി അല്ലാത്തതുപോലെ തന്നെ അവർ ചെയ്ത നന്മയ്ക്കും ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എൻ്റെ കണക്കിൽ എഴുതാൻ പാടില്ല. അത് ഞാൻ തന്നെ ചെയ്യണം എൻ്റെ കർമ്മം. അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേരളത്തിലും മോഹൻ ഭഗവതൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം ചർച്ചകൾക്ക് തുടക്കം കുറിക്കേണ്ടതാണ് എന്നുകൂടി ചേർത്ത് പറഞ്ഞ് വേണം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ.